യാറ്റിലൈറ്റ് ടൂത്തിലേക്ക് സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട വാർത്തയായതുകൊണ്ടാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കുമ്പള ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് വലിയൊരു നിയമ പോരാട്ടത്തിന്റെ വിജയദിനമായി ഇന്ന് നമുക്ക് ആഘോഷിക്കാം. കാരണം AK മഷ്റഫ് MLA ഇടപെടലും അദ്ദേഹം നേതൃത്വം നൽകുന്ന ആക്ഷൻ കമ്മിറ്റി നടത്തിയ നിയമ പോരാട്ടങ്ങൾക്ക് ഏറ്റവും വലിയ ജനകീയ വിജയമായി കാണാൻ പറ്റുന്ന ഒരു ഹൈക്കോടതി വിധിയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ഹൈക്കോടതി ഇന്ന് ചോദിച്ച ചോദ്യവും ഹൈക്കോടതി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ അതോറിറ്റിയുടെ അനുമതിയില്ലാതെ എങ്ങനെയാണ് ടോൾ പ്ലാസ നടപ്പിലാക്കുക എന്നുള്ള ചോദ്യവുമായാണ് ഹൈക്കോടതി ഇന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് പറഞ്ഞത്. അതുകൊണ്ട് താൽക്കാലികമായി അങ്ങനെ അനുമതി ഇല്ലാതെ ഒരു ടോൾ പ്ലാസ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ ആക്ഷൻ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ച മർമ്മപ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് നാഷണൽ അതോറിറ്റി നിയമത്തിൽ പറയുന്ന ടോൾ പ്ലാസ പ്രവർത്തിക്കേണ്ട നിയമാവലികൾക്ക് വിരുദ്ധമായി തന്നെയാണ് കുമ്പള ടോൾ പ്ലാസ ആരംഭിക്കപ്പെട്ടത്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നാഷണൽ ഹൈവേ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത കൽപ്പാടി മുതൽ ചെർക്കളം വരെയുള്ള നാഷണൽ അതോറിറ്റിയുടെ പുതിയ 6 വരി പാതയിൽ ടോൾ പ്ലാസ വരുന്നതിന്റെ നിയമലംഘനമായിരുന്നു കുമ്പളയിൽ വരാൻ പോയ ടോൾ പ്ലാസ എന്ന് പറയുന്നത്. ഇതിനെതിരെയായിരുന്നു ആക്ഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ AK മഷ്റഫ് ചെയർമാനായിട്ടുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ നിയമ പോരാട്ടം. ഹൈക്കോടതി അനുകൂലമായ വിധി പറയുമ്പോഴും നാഷണൽ അതോറിറ്റി ഹൈക്കോടതിയിൽ നിന്ന് കൊടുത്ത മറുപടി പറഞ്ഞത് ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടുകൂടി തന്നെയാണ് തുടങ്ങുമെന്ന്. ഇവിടെ മനസ്സിലാക്കേണ്ടതിന് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടം, അതാണ് AK മഷ്റഫ് പറഞ്ഞത്. ഒരു നിയമ പീഠത്തിൽ നിന്ന് നീതിപീഠത്തിൽ നിന്ന് നീതിപൂർവമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്ന ഒരു ആശ്വാസകരമായ ഒരു വിധിയാണ് ഇന്ന് ഹൈക്കോടതി ഇന്ന് വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി BJP നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് നാഷണൽ അതോറിറ്റിയുടെ 6 വരി പാതയുടെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടെല്ലാം തീരുമാനിക്കേണ്ടത്. BJP കാസർഗോഡ് ജില്ലാ ഘടകം ഈ കാര്യത്തിൽ ജനങ്ങളോടൊപ്പമാണ്, ആക്ഷൻ കമ്മിറ്റി ഉയർത്തുന്ന ആശയത്തോടൊപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ ഇടപെടൽ കേന്ദ്ര സർക്കാരിൽ ആ ഒരു സമ്മർദ്ദം BJP സർക്കാരിൽ ഉണ്ടാകുകയും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നിന്ന് പിന്മാറുകയും കുമ്പള ടോൾ പ്ലാസ ഉണ്ടാവില്ലെന്നൊരു പ്രതീക്ഷയാണ്. അതാണ് AK മഷ്റഫിന്റെ കൃത്യമായ പ്രസ്താവനയാണ്. ഇത് ആക്ഷൻ കമ്മിറ്റിയുടെ നിയമ പോരാട്ടത്തിന്റെ വിജയമായി ഇതിനെ കാണുന്നു. AK മഷ്റഫിന്റെ നേതൃത്വത്തിൽ MLA നേതൃത്വം നൽകുന്ന ഒരു ജനകീയ പോരാട്ടത്തിന്റെ ഒരു വിജയമാണ് ഇന്ന് ഹൈക്കോടതി ഉണ്ടായിട്ടുള്ളത്. നന്ദി, നമസ്കാരം.